ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്നത്തെ വീഡിയോ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ഐസിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു ഡെക്കറേഷനും കൂടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. കുട്ടികളുടെ നിർബന്ധ പ്രകാരമാണ് ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന് ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. വീട്ടിലൊരു ചെറിയ തട്ടൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ചോക്ലേറ്റ് കേക്കിന്റെ സ്പഞ്ചാണ്. അതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അവർക്കൊരു കേക്ക് വേണമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ അത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് സെയിലായി പോയി. അതിന് പകരമാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീട്ടില് മറ്റു കേക്കിനുണ്ടായിരുന്ന ഒരു ക്രീമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. അപ്പൊ ബോർഡ് ഉണ്ടായിരുന്നില്ല, ബോർഡൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു കേക്ക് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ക്രീമും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടതാണ്. പിന്നെ കുറച്ച് പ്രളയനുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രളയനൊന്നും അവർക്ക് ഇഷ്ടമല്ല, എന്നാലും അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊന്ന് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഒരു ബട്ടർ സ്കോച്ചിന്റെ കേക്കായിരുന്നു, അത് സെയിലായി പോയതാണ്. അപ്പൊ എന്തായാലും ഒരു കേക്ക് അവർക്ക് നിർബന്ധം പറഞ്ഞപ്പോ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് മതി, അവർക്ക് ഇഷ്ടം ചോക്ലേറ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ അത് ഉണ്ടാക്കിയതാണ്. അപ്പൊ വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല, ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കേക്ക് ബോർഡൊന്നും ഇല്ല കേക്ക് ഉണ്ടാക്കാനായിട്ട്, അപ്പൊ അതൊക്കെ ഇനി വാങ്ങിയിട്ട് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ അവര് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾക്കൊരു കേക്ക്. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്യാന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇനി ബോർഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കേക്കിന്റെ ടിന്നില്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ള ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ ഓവണൊന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഓവണും ബീറ്ററൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നത് തന്നെയാണ്. അങ്ങനെ കേക്കിന്റെ ക്രീം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രീം കോട്ടിംഗ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ബാക്കി ഐസിങ് കൂടി ചെയ്ത് തീർത്തത്. പിന്നെ ഞാൻ ഐസിങ് ചെയ്യുമ്പോൾ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ഡ്രോപ്പ് പിങ്ക് കളർ, പിങ്ക് ജെൽ കളറാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടി ആഡ് ചെയ്തിട്ടാണ് ബാക്കി ഐസിങ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു കളർ വേണം, ഫുള്ള് വൈറ്റ് ആയിട്ട് വേണ്ട, എന്തെങ്കിലും ഒരു കളർ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കളർ എടുത്തത് കേട്ടോ. അങ്ങനെ അതും ഏതാണ്ടൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ചെറിയൊരു ഡിസൈനാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. മുകളിലും അതേ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ്, ഡാർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നോസിലും കാര്യങ്ങളൊന്നും ഈ ഒരു ഡിസൈനിന് വേണ്ട. അപ്പൊ ഇതുപോലെ ഒന്ന് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഡിസൈനാണിത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് റോസറ്റയുടെ വർക്കും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഒരു ഡ്രോപ്പും കൂടി ഞാൻ പിങ്ക് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഡാർക്ക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിൽ റോസറ്റയുടെ വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. N1 നോസിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തും ചെറിയ ഡിസൈൻ കൂടി ചെയ്തിട്ടുണ്ട്. ആ നോസിലൊന്നും മാറ്റുന്നില്ല, അതേ നോസിൽ വെച്ചിട്ട് തന്നെ താഴെയും ചെറിയ ഡിസൈന്, അതുപോലെ തന്നെ മുകളിലും ചെറിയ ഡിസൈൻ ചെയ്യുന്നുണ്ട്. താഴെ കൊടുത്ത അതേ ഡിസൈൻ തന്നെ മുകളിലും ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ എളുപ്പമായിട്ട് അത് ചെയ്യാൻ കുറച്ച് മടി എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തു വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതേ നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കണം, എന്നിട്ടാണ് നമുക്ക് കഴിക്കാനായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇതിപ്പോ 3 മണിക്കൂറൊന്നും ഇരുന്നിട്ടില്ല. 3 മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കണം. 3 മണിക്കൂറൊന്നും ഇരുന്നിട്ടില്ല. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേന് അവർക്ക് പെട്ടെന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത് കട്ട് ചെയ്തു കേട്ടോ. അപ്പൊ അവർക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കേക്ക്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകല്ലേ. താങ്ക്